കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ദ ലോർഡ്സ് സപ്പർ, കർത്തൃമേശ, അതായത് തിരുമേശ. അത് ദൈവസഭയ്ക്ക് ആവശ്യമാണോ എന്നുള്ളൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. ഗ്രേസ് ചർച്ചുകൾ പൊതുവെ ദ ഗേറ്റ് മിനിസ്ട്രീസിന്റെ എല്ലാ സഭായോഗങ്ങളിലും സ്പെഷ്യൽ മീറ്റിങ്ങുകളിലും ഒക്കെ വളരെ ഭയഭക്തി ബഹുമാനത്തോടും ദൈവസ്നേഹത്തോടും വളരെ ആദരവോടും കൂടി നമ്മുടെ ഇടയിൽ നമ്മൾ ചെയ്തു പോരുന്ന ഒരു ശുശ്രൂഷയാണ് കർത്തൃമേശയുടെ ശുശ്രൂഷ. അതുപോലെ തന്നെ ഈ സത്യം അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ള സഭാ വിഭാഗങ്ങളുമൊക്കെ അതിനെ ഹോളി മാസ് എന്നും കുർബാനയെന്നും ഒക്കെ പറഞ്ഞ് വളരെ ആദരവോടുകൂടി ഭയഭക്തിയോടുകൂടി അവരവരുടെ സഭകളിൽ ചെയ്തു പോരുന്ന ഒരു ശുശ്രൂഷയാണ് കർത്തൃമേശ അല്ലെങ്കിൽ ലോർഡ് സപ്പർ. എന്നാൽ ഈ ശുശ്രൂഷ ക്രിസ്തീയ സഭയ്ക്ക് കൊടുത്തിട്ടുള്ളതല്ല എന്നൊരു പഠനം കുറെ നാളുകളായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ഗ്രേസ് ശുശ്രൂഷിക്കുന്നവരുടെ, ഗ്രേസ് ഗോസ്പൽ പറയുന്നവരുടെ ഇടയിൽ നിന്നുകൂടി ഈ ഒരു ശുശ്രൂഷ ദൈവസഭയ്ക്ക് ആവശ്യമില്ല, ഈ കർത്തൃമേശ ദൈവസഭയ്ക്കുള്ളതല്ല എന്ന് പറയുന്ന ഒരു പഠനം വരുവാനായിട്ടിടയായി. അതുകൊണ്ടാണ് ഈ വിഷയത്തിനെ കുറിച്ച് അല്പം കൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും തിരുവചന അടിസ്ഥാനത്തിൽ ലോർഡ് സപ്പർ, തിരുമേശ എന്ന ഈ വിഷയത്തെക്കുറിച്ച് തിരുവചനം നമ്മെ എന്തു പഠിപ്പിക്കുന്നു. ഗേറ്റ് മിനിസ്ട്രീസിന്റെ ശ്രോതാക്കൾ പലരും ഈ വിഷയത്തിൽ അല്പം കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഉപദേശം ദൈവസഭയ്ക്കുള്ളതാണോ അല്ലയോ എന്നുള്ളൊരു വിഷയമാണ് ഈ ചെറിയ വീഡിയോയിൽ കൂടി ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്തൃമേശ ദൈവസഭയ്ക്ക് ആവശ്യമില്ല എന്ന് വാദിക്കുന്ന പലരെയും കാണുന്നു. വിശേഷാൽ ഈയിടെയായിട്ട് ഗ്രേസ് ഗോസ്പലിൽ തന്നെ ചിലർ ആ വിഷയം പ്രസംഗിക്കുന്നു. അതുകൊണ്ട് എന്താണ് ആ വിഷയത്തിലെ നിജസ്ഥിതി എന്നൊന്ന് ചിന്തിക്കുകയാണ്. അപ്പോൾ തന്നെ അവര് ഈ വിഷയത്തിൽ നിരത്തുന്ന കുറെ ന്യായങ്ങളുണ്ട്, വാദങ്ങളുണ്ട്. അതിൽ എല്ലാം തന്നെ ഞാൻ എടുത്ത് ഇവിടെ പറയുന്നില്ല, അതിന് മറുപടി പറയുന്നില്ല. കാര്യം ഒട്ടുമുക്കാലും കാര്യങ്ങൾ റൈറ്റ് ഡിവിഷൻ പൂർണ്ണമായിട്ട് മനസ്സിലാകാതെ പോയേക്കുന്നതിലുള്ള കൺഫ്യൂഷൻ, അല്ലെങ്കിൽ ഗ്രേസ് ഗോസ്പലിന്റെ ആ ഒരു എന്താ പറയുന്ന ഒരു ഇൻഫിനിറ്റ് ഗ്രേസ് എന്താണെന്ന് മനസ്സിലാകാത്തതിലേ വന്നു പോയിരിക്കുന്ന ചില ചൈൽഡിഷ് ആയിട്ടുള്ള അസംഷൻസ്, ചില ചിന്തകളാണ് അവരെ അങ്ങനെ അതിലേക്ക് നയിക്കുവാനായിട്ട് ഇടയായിരിക്കുന്നത്. പ്രധാനമായിട്ട് 3-4 പോയിന്റുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. ഒന്ന്, ഞാനതിവിടെ കുറിച്ചിട്ടുണ്ട്. ഒന്ന്, ദൈവസഭയ്ക്ക് ഒരു ഓർഡിനൻസും ദൈവം തന്നിട്ടില്ല. അതായത് ഒരു കൽപ്പനകൾ, ഒരു നിയമങ്ങൾ, ഒരു ഓർഡിനൻസ് നമുക്ക് ദൈവസഭയ്ക്ക് പാലിക്കുവാനായിട്ട് ദൈവം തന്നിട്ടില്ല. ഈ ലോർഡ് സപ്പർ എന്ന് പറയുന്നത് ജലസ്നാനം പോലെ ദൈവസഭ പാലിക്കുവാനായിട്ട് കൊടുത്തിരിക്കുന്ന ഒരു ഓർഡിനൻസ് ആണ്. എന്നാൽ ഗ്രേസ് ചർച്ചസിന് ദൈവം ഗ്രേസ് ഗോസ്പൽ പറയുന്ന, പാലിക്കുന്ന, അത് പിൻചെല്ലുന്ന ദൈവസഭയ്ക്ക് അങ്ങനെ ഒരു ഓർഡിനൻസ് ദൈവം തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ലോർഡ് സപ്പർ, തിരുമേശയുടെ ആവശ്യം നമുക്കില്ല എന്നാണ് അവരുടെ ഒന്നാമത്തെ വാദം. ഞാനതിന് മറുപടി പറയാം. രണ്ടാമതായിട്ട്, യേശു ക്രിസ്തുവിന്റെ മരണം എപ്പോഴും നാം നമ്മുടെ ശരീരത്തിലും നമ്മുടെ ഹൃദയത്തിലും ഒക്കെ വഹിക്കുന്നവരാണല്ലോ. അങ്ങനെ ആകുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ കൂടി വന്ന് കർത്താവിന്റെ മരണത്തെ ഓർക്കുന്നതിലെ യുക്തി എന്താണ്? എപ്പോഴും 24/7 അത് നമ്മൾ നമ്മുടെ ശരീരത്തിൽ വഹിക്കുകയും നമ്മുടെ ഹൃദയത്തിലും നമ്മളത് എപ്പോഴും ഓർക്കുകയും നന്ദി പറയുകയൊക്കെ ചെയ്യുന്നതാണല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഈ ആഴ്ചയിൽ ഒരിക്കൽ കൂടി വന്നത് ഓർക്കുന്നതിന്റെ പ്രസക്തി? അതുകൊണ്ട് തന്നെ അത് നമുക്ക് തന്നിട്ടുള്ളതല്ല എന്നാണ് അവർ പറയുന്നത്. മൂന്നാമതായിട്ട്, കർത്താവ് ഈ കർത്തൃമേശ സ്ഥാപിച്ചത് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭ സ്ഥാപിക്കുന്നതിന് വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ എങ്ങനെയാണ് അത് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭയ്ക്ക്, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി ചെയ്തതാണ് എന്ന് നമുക്ക് പറയാൻ കഴിയുക? അതുകൊണ്ട് തന്നെ അത് സഭയ്ക്കുള്ളതല്ല എന്ന് എഴുതി തള്ളുന്നു. നാലാമതായിട്ട്, ഇതൊരു പ്രവൃത്തി അല്ലേ? അതായത് നമുക്ക് കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണീയ പ്രവൃത്തിയിലെ ആഴമായ സമർപ്പണത്തിലല്ലേ നമ്മൾ രക്ഷിക്കപ്പെടുന്നത്? പിന്നെ എന്തിനാണ് ഇങ്ങനൊരു പ്രവൃത്തി നമുക്ക് രക്ഷയ്ക്കായിട്ട് ചെയ്യുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് നമ്മളത് ചെയ്യുന്നത്? അതിന്റെ ആവശ്യമില്ല. ഇങ്ങനെ സെൻസിബിൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. എന്നാൽ ഒരു സെൻസും ഇല്ലാത്ത കുറെ കാര്യങ്ങളോട് ഇതിന്റെ ബാക്കിയായിട്ട് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കാര്യം റൈറ്റ് ഡിവിഷനോ ഗ്രേസ് ഗോസ്പലോ പൂർണ്ണമായിട്ട് അറിയേണ്ടുന്ന രീതിയിൽ അത് മനസ്സിലാകാത്തത് കൊണ്ടാണ് അങ്ങനെയുള്ള ചാബല്യമായിട്ടുള്ള, ചൈൽഡിഷ് ആയിട്ടുള്ള വാദങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കി അതിനെ വിടുന്നു. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരോട് പ്രത്യേകിച്ച് എനിക്കുള്ളൊരു അപേക്ഷയാണ്. നിങ്ങൾ ഈ ഡോക്ട്രിനൽ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ, എസ്പെഷ്യലി ഗ്രേസ് ഗോസ്പൽ ഈ കാലങ്ങളിൽ വളരെയധികം ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയും ആ സുവിശേഷം ലോകത്തെ അറിയിക്കാൻ ദൈവം നമുക്ക് സോഷ്യൽ മീഡിയകളുടെ ഒരു വലിയ എന്താ പറയുന്നത്, അതിൻ്റെ ഒരു പ്രസൻസ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമുക്ക് ദൈവം അനുകൂലമായിട്ട് തന്നിരിക്കുന്നുണ്ട്. അനേകായിരങ്ങളിൽ ലോകത്തിന്റെ ഏത് കോണിലിരിക്കുന്നവർക്കും ഈ സത്യം എത്തിക്കുവാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ അത് ഉപയോഗിക്കുമ്പോൾ അതിനെ
വളരെ ഭയഭക്തിയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യുവാനായിട്ട് ഞാൻ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. എസ്പെഷ്യലി ഈ ഡോക്ടറൽ വിഷയങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഇന്നത് വേണ്ട, ഇന്നത് വേണം, ഇന്നത് പാടില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരല്പം കൂടി സാവധാനത, ഒരല്പം കൂടി സൗമ്യത ആ വിഷയത്തിൽ കൈക്കൊണ്ടാൽ നല്ലതായിരിക്കും. ആ വിഷയത്തെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ട്, അത് അങ്ങനെ ഒരു ആലോചന നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ നിങ്ങൾ തിരുവചനത്തെ അതിനെ ആഴമായിട്ട് പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. പഠിക്കുകയും അത് നിങ്ങൾക്ക് തെളിവുകൾ തരുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് ആ കാര്യങ്ങളെ കൂടുതൽ മനസ്സിലാക്കണം. കൂടാതെ ഈ വിഷയത്തിന് വേണ്ടിയിട്ട് തന്നെ ജീവിതം ഉരിഞ്ഞു വെച്ചിരിക്കുന്ന അനേക സ്കോളേഴ്സ് ഉണ്ട്. നമ്മൾ മിഡ് ആക്ട്സ് ഡിസ്പെൻസേഷണൽ ഗ്രേസ് ഗോസ്പൽ ആണ് പറയുന്നതെങ്കിൽ അത് പഠിപ്പിച്ചിരിക്കുന്ന അനേക നേതാക്കന്മാരുടെ പുസ്തകങ്ങളും വീഡിയോകളും അവരുടെ പഠിപ്പിക്കലുകളും ഇന്ന് നമുക്ക് പബ്ലിക് ഡൊമൈനിൽ തന്നെ അവൈലബിൾ ആണ്. അപ്പൊ അതിനെയൊക്കെ ഒന്നൊന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ പറയുന്നത് അതുമായിട്ട് ടാലിയായി വരുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും വേറെ മറുവശമുണ്ടോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചിട്ട് വേണം. അല്ലെങ്കിൽ ഒരല്പം കൂടെ സാവധാനത. കാര്യം കർത്താവ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഉപദേശത്തിനും കർത്താവ് കാൽവറിയിലൂടെ നിവർത്തിച്ചിരിക്കുന്ന ലോകത്തിന്റെ രക്ഷാ പദ്ധതിക്കും എതിരായിട്ട് തിരിയുമ്പോൾ ഇന്നത് വേണ്ട, ഇന്നത് വേണം എന്നൊക്കെ പറയുമ്പോൾ ഒരല്പം കൂടി സാവധാനത ആ വിഷയത്തിൽ കൈക്കൊണ്ടാൽ നല്ലതായിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് ഓർപ്പിക്കുക. ഗ്രേസ് ഗോസ്പൽ, മിഡ് ആക്ട്സ് ഡിസ്പെൻസേഷണൽ ഗ്രേസ് ഗോസ്പൽ, ഈ ഉപദേശങ്ങൾ പെന്റക്കോസ്റ്റൽ ഉപദേശമോ ബ്രദറൻ ഉപദേശമോ ചർച്ച് ഓഫ് ക്രൈസ്റ്റിന്റെ ഉപദേശങ്ങളോ ഒക്കെ ആരംഭിക്കുന്നതിന് മുൻപേ ഡിസ്പെൻസേഷണൽ ടീച്ചിങ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുതലേ പറഞ്ഞു തുടങ്ങിയതാണെങ്കിലും 1800കളുടെ പ്രാരംഭത്തിൽ, ഏകദേശം 200 വർഷങ്ങൾക്ക് മുൻപ് 1800കളുടെ പ്രാരംഭ കാലങ്ങളിൽ തന്നെ ജോൺ നെൽസൺ ഡാർബിയും സ്കോഫീൽഡ് എന്നൊക്കെ പറയുന്ന സ്കോളേഴ്സ് ഈ കാര്യത്തെക്കുറിച്ച് വളരെ വെളിപ്പാടുകൾ ലോകത്തിന് നൽകിയിട്ടുണ്ട്, വളരെ വെളിച്ചം വീശിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. എന്നിരുന്നാൽ ഒരു പ്രോഗ്രസീവ് റെവലേഷൻ എന്ന നിലയിൽ ശരിക്കും ഒരു മിഡ് ആക്ട്സ് ഡിസ്പെൻസേഷണൽ ഗ്രേസ് ഗോസ്പൽ, അതായത് അപ്പോസ്തല പ്രവർത്തികളുടെ മിഡിലിൽ, അപ്പോസ്തല പ്രവർത്തികൾ 9-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലനെ ദൈവം വിളിച്ചതിന് ശേഷമാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സ്വർഗത്തിൽ മറഞ്ഞിരുന്ന സ്വർഗീയ പദ്ധതി വെളിപ്പെട്ടത് എന്നുള്ള ഉപദേശം പഠിപ്പിക്കുന്നവരാണ് മിഡിൽ ഓഫ് ദ ബുക്ക് ഓഫ് ആക്ട്സ്, മിഡ് ആക്ട്സ്. ആ അപ്പോസ്തല പ്രവർത്തികളുടെ മിഡിലിൽ ആരംഭിച്ചത് കൊണ്ടാണ് മിഡ് ആക്ട്സ് ഡിസ്പെൻസേഷണൽ ഗ്രേസ് ചർച്ചസ് എന്ന് പറയുന്നത്. അത് പഠിപ്പിച്ചിട്ടുള്ള അനേകരുണ്ട്. JC ഒഹെയർ 1800ന്റെ അവസാന കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു ദേവദാസന. അദ്ദേഹം ഇതിനെക്കുറിച്ച് ഒത്തിരി പഠനം നടത്തുകയും വെളിപ്പാടുകളും ഇതിനെക്കുറിച്ചുള്ള വിഷയങ്ങൾ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ ആണ്. JC ഒഹെയർ. അതിനുശേഷം കൊർനെലിയോസ് ആർ സ്റ്റാം, അദ്ദേഹത്തിന്റെ പല ബുക്കുകളും ഞാൻ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചാൾസ് ബേക്കർ, ഇവരൊക്കെ 1900-ൽ വന്നിട്ടുള്ളവരാണ്. ചാൾസ് ബേക്കറൊക്കെ 1950-ന് ശേഷം വന്നിട്ടുള്ളവരാണ്. എന്നാൽ അതിനുശേഷം ഇപ്പോൾ ജീവനോടിരിക്കുന്ന റിച്ചാർഡ് ജോർഡൻ, അനേക ഗ്രേസ് ചർച്ചുകളും ഗ്രേസ് തിയോളജിയൻസും ഉണ്ട്. അവരൊക്കെ ഈ വിഷയത്തെക്കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു അല്പം കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് ഞാൻ പല വിഷയങ്ങളും റിച്ചാർഡ് ജോർഡനുമായിട്ടും അദ്ദേഹം പറഞ്ഞിട്ടുള്ള വിഷയങ്ങളുമായിട്ടും ഒക്കെ ഡിസ്കസ് ചെയ്യുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് പല വിഷയങ്ങളും ഞാൻ ഇന്നത് വേണ്ട, ഇന്നത് ദൈവസഭയ്ക്കുള്ളതല്ല എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഉറപ്പിച്ച് പറയാറുള്ളത്. തിരുവചനമാണ് നമുക്ക് ആധാരം, ഒരു തിയോളജിയനുമല്ല. ഈ തിരുവചനത്തിൽ പൂർണ്ണമായിട്ട് അതിനുള്ള തെളിവുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് പറയാം. പക്ഷേ നമുക്ക് അറിയാൻ വയ്യാതെ പോയിട്ടുള്ള എന്തെങ്കിലും വശം അതിലുണ്ടോ? കാര്യം ഇതൊരു തീക്കളിയാണ്. നമ്മൾ ഉലകത്തിനെയാണ് തെറ്റിച്ച് കളയാൻ നോക്കുന്നത്. ദൈവം ഉലകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് കയ്യിൽ തന്നിരിക്കുന്ന സുവിശേഷത്തെയും സത്യവചനത്തെയും നമ്മുടെ അറിവ് കുറവ് കാരണം നമ്മൾ തെറ്റായിട്ട് പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ പലരും നമ്മളെ ശ്രദ്ധിക്കുന്നവരുണ്ട്, പലരും അത് മനസ്സിലാക്കുകയും ഫോളോ ചെയ്യുന്നവരുണ്ട്. അവരുടെയൊക്കെ ആത്മാക്കൾക്കും പല വിഷയങ്ങൾക്കും നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് അല്പം കൂടെ സാവധാനത, ഇന്നത് വേണ്ട, ഇന്നത് വേണം എന്നൊക്കെ പറയുമ്പോൾ ഒരു അല്പം കൂടെ സൗമ്യത ആ വിഷയത്തിൽ കാണിക്കുവാൻ ഞാൻ നിങ്ങളോട് വിനീതമായിട്ട് അപേക്ഷിക്കുക. കർത്തൃമേശ അത് സഭയ്ക്കുള്ളതാണോ എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. കർത്തൃമേശ തീർച്ചയായിട്ടും അത് ദൈവസഭയ്ക്കുള്ളതാണ്. അതുകൊണ്ടാണ് അത് അപ്പോസ്തലനായ പൗലോസിൽ കൂടി ദൈവസഭയ്ക്ക് കൽപ്പിച്ച് തന്നിരിക്കുന്നത്. ഇപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഈ കർത്തൃമേശ ദൈവസഭയ്ക്ക് കൽപ്പിച്ച് തന്നിരിക്കുന്നത്, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു.
കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുവാനായിട്ട് ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒരു ശുശ്രൂഷയാണിത്. അത് വേറെ ഒരു കാര്യത്തിനും വേണ്ടിയിട്ടല്ല, മറിച്ച് അത് കർത്താവിന്റെ മരണത്തെ എന്തിനാ അത് പ്രസ്താവിക്കുന്നത്? കാര്യം ആ കർത്താവിന്റെ മരണത്തിൽ കൂടിയാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. ഒരു കണ്ണിനും ദയ തോന്നാതെ ഒരു വിധത്തിലും രക്ഷിക്കപ്പെടുവാൻ യാതൊരു മാർഗവും ഇല്ലാതെ നിന്നിരുന്ന നമ്മളെ, നിത്യ നരകാഗ്നിയിൽ എത്തിച്ചേരേണ്ടിയിരുന്ന നമ്മളെ വീണ്ടെടുത്തത് കർത്താവിന്റെ ആ കാൽവറി മരണത്തിൽ കൂടെ. ആ പ്രോപ്പിച്ചിയേഷൻ ഡെത്ത്, ആ മറുവിലയാകും, അതിനെ ഓർക്കുവാനായിട്ട് ദൈവം കർത്താവിന്റെ മടങ്ങി വരവ്, അന്ന് വന്ന് സഭയെ ഇവിടുന്ന് ചേർത്തുകൊണ്ട് പോകുന്നത് വരെ അതിനെ ഓർക്കുവാൻ ദൈവം നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷ വളരെ ആദരവോട്, ഭയഭക്തി, ബഹുമാനത്തോട് ചെയ്യുവാൻ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നതാണ്. നമ്മൾ കണ്ടിട്ടുണ്ടോ ആ ശുശ്രൂഷ? തിരുമേശ എന്ന് പറയുന്നത് തന്നെ തിരുമേശ വിരിച്ച് ഒരുക്കിയിരിക്കുന്നത് കണ്ടാൽ തന്നെ ഒരു ഡെഡ് ബോഡി കിടക്കുന്നത് പോലാണ്. ഒരു ഡെഡ് ബോഡിയെ ഒരു വെള്ള തുണി അതിന്റെ പുറത്തോട് വിരിച്ച്, ആകെ മൊത്തത്തിൽ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ഡെഡ് ബോഡി വിരിച്ചിട്ടിരിക്കുന്ന മാതിരിയാണ് നമ്മളതിനെ കാണുന്നത്. ഒരു മരണത്തെ അത് പ്രസ്താവിക്കുന്നത്, ഒരു മരണത്തെ വിളിച്ചറിയിക്കുന്ന ഒരു ശുശ്രൂഷയാണ് കർത്താവിന്റെ മരണത്തെ. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുവാൻ ദൈവം നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അതാര് തന്നു? അത് ദൈവം ജാതികൾക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ച് ഈ സ്വർഗീയ ശുശ്രൂഷ എന്താണെന്ന് റിവീൽഡ് ആക്കി ആ മിസ്റ്ററി റെവലേഷൻ ലോകത്തെ അറിയിച്ച് അപ്പോസ്തലനായ പൗലോസിൽ കൂടെ അത് ലോകത്തിന് വെളിപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, ഇത് ഞാൻ എൻ്റെ ഐഡിയ ഉപയോഗിച്ചതോ അല്ലെങ്കിൽ ഞാൻ വേറെ ആരുടെയെങ്കിലും കണ്ടു പഠിച്ചിട്ട് അത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഈ സഭാ ശുശ്രൂഷയിൽ ചേർത്തതോ അല്ല. ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, ഈ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 11-ാം അധ്യായം 23-ാമത്തെ വാക്യമാണ് ഞാൻ ഈ പറയുന്നത്. അതിന്റെ പ്രാരംഭം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും. മനസ്സിലായോ? ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്നാൽ 11-ാമത്തെ അധ്യായമാണ് പറഞ്ഞത്. അതിൽ ഒരു 3-4 അധ്യായം കൂടെ കഴിയുമ്പോഴത്തേനും 15-ാമത്തെ അധ്യായമാണ്. ആ 15-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് നമ്മുടെ രക്ഷാ സുവിശേഷം എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ആ വാക്യം ഒന്ന് പ്രൊജക്ട് ചെയ്യാം. ഇവിടെ 15-ാമത്തെ അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം ഒന്ന് കാണിക്കാം. നമ്മുടെ രക്ഷാ സുവിശേഷം പറഞ്ഞിരിക്കുന്നിടത്ത് തന്നെ അതിന്റെ 3-ാമത്തെ വാക്യം ഞാനൊന്ന് കാണിക്കാം. ഇവിടെ പറയുന്നുണ്ടോ, ഇംഗ്ലീഷിൽ പറയുന്നുണ്ടോ, ഫോർ ഐ ഡെലിവേർഡ് അൺ ടു യു ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് വിച്ച് ഐ ഓൾസോ റിസീവ്ഡ്. ഇതെന്താ പറഞ്ഞിരിക്കുന്നത് അറിയാം? ഫോർ ഐ ഡെലിവേർഡ് അൺ ടു യു ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് വിച്ച് ഐ ഓൾസോ റിസീവ്ഡ്. അതായത് ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്നാൽ, എനിക്ക് ലഭിച്ചതാണ് കർത്താവിങ്കിൽ നിന്ന്, അത് ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. ഫോർ ഐ ഡെലിവേർഡ് അൺ ടു യു ഫസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് വിച്ച് ഐ ഓൾസോ റിസീവ്ഡ്. ഇതേ കാര്യമാണ് ഈ 11-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. 11-ാമത്തെ അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ പോൾ പറയുന്നത്, ദൈവം എനിക്ക് തന്നതാണ്. ഇവിടെ കണ്ടില്ലോ 11-21, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തതെന്നാൽ. ഇതേ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് സുവിശേഷം നമുക്ക് എങ്ങനെ ലഭിച്ചോ, പൗലോസ് അപ്പോസ്തലന് മിസ്റ്ററി ആയിട്ട് മറഞ്ഞിരുന്ന, ഉലകത്തിന് അന്ന് വരെ പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന ഒരു മർമ്മം പൗലോസ് അപ്പോസ്തലന് എങ്ങനെ വെളിപ്പെടുത്തി ആ കാൽവറി ക്രൂശിലെ പരമയാഗത്തിലൂടെ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ വന്നിരിക്കുന്നു. ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ്. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ള സുവിശേഷം കർത്താവ് തനിക്ക് വെളിപ്പെടുത്തി കൊടുത്തതുപോലെ ഈ ദൈവസഭയിൽ ആ മരണത്തെ ഓർക്കുവാനായി കർത്താവ് മടങ്ങി വന്ന് നമ്മളെ സഭയെ ചേർത്ത് സ്വർഗത്തിലേക്ക് പോകുന്നത് വരെ ചെയ്യുവാനായിട്ട് ദൈവം നമുക്ക് ഏൽപ്പിച്ച് തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ തിരുമേശയുടെ ശുശ്രൂഷ അല്ലെങ്കിൽ ലോർഡ് സപ്പർ എന്ന് പറയുന്നത്. ഇവിടെ ഇത് പാലിക്കേണ്ടുന്ന ഉപദേശമായതുകൊണ്ടാണ് ദൈവം പൗലോസ് അപ്പോസ്തലൻ കൂടി ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ ഇത് പന്തിരുവരുടെ കയ്യിൽ നിന്ന് പഠിച്ചതോ അല്ലെങ്കിൽ ആദ്യകാല ശുശ്രൂഷകന്മാര് ഇത് ചെയ്യുന്നത് കണ്ടുകൊണ്ട് അത് മനസ്സിലാക്കിയതോ ഒന്നുമല്ല. പോൾ ഒരിക്കൽ പോലും ഈ പന്തിരുവരുടെ ശുശ്രൂഷയിലുള്ള ഒരു കാര്യങ്ങളും കോപ്പി അടിക്കുകയോ അല്ലെങ്കിൽ അത് ദൈവസഭയുടെ ഉപദേശമാക്കി മാറ്റുകയോ അല്ലെങ്കിൽ ആ ആചാരങ്ങളൊക്കെ ഈ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന ദൈവസഭയിൽ ചേർക്കുകയോ ചെയ്തിട്ടില്ല. 1 കൊരിന്ത്യ ലേഖനം ഇത് എഴുതുന്നത് AD 51 അതിലാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇത് എഴുതുമ്പോൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എന്ന 4 സുവിശേഷങ്ങൾ എഴുതിയിട്ടേ ഇല്ല. ആ 4 സുവിശേഷങ്ങൾ എഴുതുന്നത് AD 60-നും 70-ലുമാണ്.
അത് കണ്ടിട്ട് അതിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് ഇവിടെ കോപ്പി അടിച്ചതാണ് എന്നൊക്കെ നമുക്കിപ്പോൾ ഇതെല്ലാം കയ്യിലിരിക്കുന്ന കാരണം ഏത് മുന്നിൽ എഴുതി അല്ലെങ്കിൽ ഏത് ആര് ഫസ്റ്റിൽ എഴുതിയെന്ന് നമുക്ക് ഒരു പക്ഷെങ്കിൽ അറിയത്തില്ലായിരിക്കും. പൗലോസ് അപ്പോസ്തലൻ AD 57 കൂടി തന്നെ റോമിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും AD 60 പ്രാരംഭ വർഷങ്ങളിൽ തന്നെ അദ്ദേഹത്തെ കൊന്നുകളയുകയും ചെയ്തു. അതിനുശേഷമാണ് മത്തായി മർക്കോസ് ഒക്കെ എഴുതുന്നത് തന്നെ. ഈ കൊരിന്ത്യ ലേഖനം, ഒന്നാമത്തെ കൊരിന്ത്യ ലേഖനം എഴുതുന്ന AD 51-52 കാലയളവിലാണ്. നമ്മൾ അടുത്ത ആഴ്ച മുതൽ ഇതിന്റെ ബൈബിൾ ക്ലാസ്സിൽ കൊരിന്ത്യ ലേഖനമാണ് പഠിക്കാൻ പോകുന്നത്. അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് നമ്മൾ കൂടുതൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇവിടെ പറഞ്ഞത് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പഠിപ്പിക്കുന്നത് മുഴുവനും കർത്താവിൽ നിന്ന് പ്രാപിച്ച കാര്യങ്ങളാണ്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 3-ാം വാക്യത്തിൽ താൻ പറയുന്നുണ്ടോ? എഫേസ്യ ലേഖനം 3-ാം അധ്യായം 3-ാം വാക്യം അവിടെ പറയുന്നത് കണ്ടോ? ഹൗ ദാറ്റ് ബൈ റെവലേഷൻ ഹി മെയ്ഡ് നോൺ അൺടു മീ ദ മിസ്റ്ററി. ഞാൻ എങ്ങനെയാണ് ഈ കാര്യം അറിഞ്ഞതെന്ന് ചോദിക്കുക. ഹൗ ദാറ്റ് ബൈ റെവലേഷൻ ഹി മെയ്ഡ് നോൺ അൺടു മീ ദ മിസ്റ്ററി. അതായത് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു. പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള സകല കാര്യങ്ങളും തനിക്ക് ദൈവം വെളിപ്പാടിനാൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. വേറെ ആരുടെയൊന്നും കണ്ടുപഠിച്ചതോ അല്ലെങ്കിൽ പഴയ നിയമത്തിലോ അല്ലെങ്കിൽ പന്തിരുവരെ ശുശ്രൂഷിക്കുന്ന കണ്ടിട്ടോ ചെയ്യുന്നതല്ല. ഗലാത്യ ലേഖനം 1:11 കണ്ടോ? അവിടെ പറയാ, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു. ഒരു മനുഷ്യരുടെ ഞാനിത് പഠിച്ചിട്ടില്ല. അടുത്ത വാക്യം പറയുന്നുണ്ടോ? അവിടെ പറയാണ്, അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്ര പ്രാപിച്ചത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ എല്ലാം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ ഒരു ഉപദേശവും ആരുടെയും കണ്ടുപഠിച്ചത് അല്ല ദൈവസഭയിൽ നിങ്ങളോട് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തതെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്തു, സ്തോത്രം ചൊല്ലി നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവിടെ തന്നെ അവൻ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഇത് അവരോട് ഏൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഞാൻ അതിന്റെ ഡീറ്റെയിലേക്ക് വരാം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അതിന്റെ ഡീറ്റെയിലേക്ക് വരാം. ഇവിടെ ഇതൊരു ഓർഡിനൻസ് അല്ല, ഇതൊരു കൽപ്പനയല്ല, ഇതൊരു നിയമമല്ല, ഒരു സാക്രമെന്റ് അല്ല. ഇന്ന് ക്രിസ്തീയ ലോകം ഇതിനെ ഒരു സാക്രമെന്റ് ആയിട്ട് കണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു സാക്രമെന്റ് അല്ല. സത്യത്തിൽ ഇതൊരു എന്താ പറയുന്നത്, ഓർമ്മയ്ക്കായിട്ട്, എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. മനസ്സിലായോ? മെമ്മോറിയൽ ഓഫ് ക്രൈസ്റ്റ്സ് ഡെത്ത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തെ ഓർക്കുവാനായിട്ട്. ഇത് ഒരു സാക്രമെന്റും അല്ല, ഇതൊരു നിയമവും അല്ല, ഇതൊരു കൽപ്പനയുമല്ല. ഇത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും രക്ഷ ലഭിക്കുവോ, സൗഖ്യം ലഭിക്കുവോ, എന്തെങ്കിലും പ്രത്യേക കൃപ ലഭിക്കുവോ, അങ്ങനൊന്നുമില്ല. ഇത് നമുക്ക് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്, അതായത് പേഴ്സണലായിട്ട് ഒരാൾ ഓർക്കുന്നതിനെ കുറിച്ചല്ല, സഭയായിട്ട് ഇതിനെക്കുറിച്ച് ഓർത്ത് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് നമ്മൾ കൂടി വരുമ്പോൾ ചെയ്യുവാൻ സഭയ്ക്ക് ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. രണ്ടാമതായിട്ട് വിസിബിൾ പ്രോക്ലമേഷൻ ഓഫ് ദ ഗോസ്പൽ ഓഫ് ഗ്രേസ്. അതായത് കൃപയുടെ സുവിശേഷത്തിന്റെ പ്രകടമായ പ്രഖ്യാപനമായി. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ തകർക്കപ്പെട്ടു, ആ രക്തത്തിലൂടെ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, അതിലൂടെ ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന്റെ പ്രകടമായ പ്രഖ്യാപനമാണ്. ആ അപ്പവും ആ വീഞ്ഞും അല്ലെങ്കിൽ ആ ശരീരത്തിന്റെയും ആ രക്തത്തിന്റെയും ഭാഗം നമ്മൾ ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ ഗ്രേസ് ഗോസ്പലിന്റെ ഒരു പ്രകടമായ പ്രഖ്യാപനമാണ്. ഹല്ലേലൂയ. ദൈവം ഇത് ദൈവസഭയ്ക്ക് ആക്കി വെച്ചിരിക്കുന്നതിന്റെ പർപ്പസ് അതാണ്. ദ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ സ്പിരിച്വൽ യൂണിറ്റിയെ പ്രകടമാക്കാൻ വേണ്ടിയിട്ട്. അതായത് ദൈവസഭ ഒന്നിച്ച് കൂടി വരുമ്പോൾ ഒരു ഇൻഡിവിജ്വലിന്റെ വിശ്വാസം കാണിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു ദൈവസഭ, ബോഡി ഓഫ് ക്രൈസ്റ്റ്, ശരീരത്തിന്റെ പല ഭാഗങ്ങളായ കൈയും കാലും മൂക്കും നാക്കും ചെവിയും കണ്ണും കാലും, മനസ്സിലായോ? അങ്ങനെ ശരീരത്തിന്റെ ഭാഗം എന്ന് പറയുന്നത് പോലെ ദൈവസഭയുടെ ഭാഗമായിട്ടുള്ളവരെല്ലാവരും കൂടെ ചേർന്ന് വരുമ്പോൾ നമ്മുടെ ആ യൂണിറ്റിയെയും ദൈവസ്നേഹത്തെയും കർത്താവ് നമ്മളെ വീണ്ടെടുത്തത് ഓർത്ത് ദൈവസ്നേഹത്തോട് നമ്മുടെ ഹൃദയംഗമായ നന്ദി കരയേറ്റുവാനായിട്ട് ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അതിന്റെ ശേഷം വരുന്ന ആ വിശുദ്ധ ചുംബനമൊക്കെ അതിന്റെ ഭാഗമാണ്. നമ്മുടെ ഹൃദയവും നമ്മുടെ സഹോദരനെ നമ്മൾ വിശുദ്ധ ചുംബനം ചെയ്യുമ്പോൾ അവനുമായിട്ട് ചേർന്ന് നമ്മൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിന്റെ ആ ഒരു ഐക്യത, സഭയുടെ ഒരു ഐക്യത പ്രകടമാക്കുവാനായിട്ട്, ഒരു സ്പിരിച്വൽ യൂണിറ്റി പ്രകടമാക്കുവാനായിട്ട് ദൈവം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. അവരുടെ വിശുദ്ധിയെയും വിശുദ്ധ ജീവിതത്തെയും ഒക്കെ ശോധന ചെയ്യുവാനുള്ള അടുത്തൊരു അവസരമായത്.
അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർ ഏത് രീതിയിൽ പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരു എന്താ പറയുന്നത്, അവരവരെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനായിട്ടുള്ള ഒരു ചെക്ക് പോസ്റ്റ് മാതിരിയാണ്. അവർക്ക് എല്ലാ ആഴ്ചയിലും ദൈവത്തിന്റെ സന്നിധിയിൽ കൂടി വരുമ്പോൾ തിരുവത്താഴം എടുക്കുന്നതിന് മുൻപേ അവരവരെ തന്നെ ശോധന ചെയ്യുവാനും ക്രമീകരണം പ്രാപിക്കുവാനും വിശുദ്ധ ജീവിതത്തെ ഒരിക്കൽ കൂടി പുറമോട്ട് തിരിഞ്ഞു നോക്കി ക്രമീകരണം പ്രാപിക്കുവാനും ദൈവത്തിന്റെ സന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുവാനും ഒക്കെയുള്ള ഒരു അവസരത്തിന് വഴിയൊരുക്കുന്ന രീതിയിലാണ് ദൈവസഭയിൽ ഈ ഒരു വിശ്വാസം ക്രമീകരിച്ചിരിക്കുന്നത്. ഇതൊന്നും ഒരു ഓർഡിനൻസിന്റെ ഭാഗമല്ല. പ്ലീസ് അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നമ്മൾ ഒരു ഓർഡിനൻസിനും അധീനരല്ല. റോമാലേഖനം 6-ാം അധ്യായം 14-ാം വാക്യം പറയുന്നത് എന്താ പറയുന്നത്? ഫോർ യു ആർ നോട്ട് അണ്ടർ ദ ലോ ബട്ട് അണ്ടർ ദ ഗ്രേസ്. നിങ്ങൾ ന്യായപ്രമാണത്തിനല്ല, കൃപയ്ക്ക് അത്ര അധീനരായിരിക്കുന്നത്. കൃപയാൽ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഓർഡിനൻസും അവിടെ ഇല്ല. പ്ലീസ് അതിനെ നിങ്ങൾ ശരിക്കും അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കണം. അവിടെ ഒരു ഓർഡിനൻസ് നിങ്ങളുടെ രക്ഷയ്ക്ക് ആവശ്യമില്ല. ഇറ്റ് ഈസ് മിയർലി ബിക്കോസ് ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് യു ആർ സേവ്ഡ്. ഇതൊന്നും ഒരു ഓർഡിനൻസ് അല്ല. നമ്മൾ ഹൃദയംഗമായ നമ്മുടെ ദൈവസ്നേഹം തുളുമ്പുന്ന ദൈവസ്നേഹത്തോട് കർത്താവിനെ ആ ഒരു യൂണിറ്റിയിൽ, ആ ഒരു സന്തോഷത്തിൽ ചേർന്ന് നമ്മൾ നിത്യം സ്വർഗത്തിൽ വാഴാനുള്ളവരാ. ഇൻഫാക്ട് നമ്മൾ ഓൾറെഡി നിത്യതയിലായിരിക്കുക. നമ്മുടെ ഈ മൺകൂടാരത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ തന്നെ നിത്യതയിൽ ദൈവം നമ്മളെ ചേർത്തിരിക്കുക. അത് ഡെഫിനറ്റാണ്. ഈ മൺകൂടാരത്തിൽ ഇരിക്കുമ്പോൾ ബോഡി ഓഫ് ക്രൈസ്റ്റിന്റെ ഭാഗമായിട്ട് ചെറിയ കൂട്ടമായിട്ട് നമുക്ക് കൂടി വരുവാൻ ദൈവം അവസരം ലഭിക്കുമ്പോൾ ചേർന്ന് എല്ലാവരോട് ചേർന്ന് ആ സന്തോഷത്തെ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ദൈവത്തെ എന്താ പറയുന്നത്, നമ്മുടെ സന്തോഷം ചേർന്ന് പ്രകടമാക്കുവാനും സഭയുടെ ആ യൂണിറ്റി പ്രകടമാക്കുവാനും ദൈവം അത് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചത് നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്നാൽ അത് ചെയ്യുവാനായിട്ട് കൽപ്പിച്ചു തന്നിരിക്കുക. ഇതൊരു സാക്രമെന്റ് അല്ല. ഇത് കൃപ ലഭിക്കാനുള്ളൊരു മാർഗമല്ല. രക്ഷയോ സൗഖ്യമോ അല്ലെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉടനെ മറ്റുള്ള സഭകളൊക്കെ ഇതിനെ കുർബാന എന്ന് പറഞ്ഞ് ചെയ്യാറുണ്ട്. എന്തോ ഒരു കുർബാനാണ്, ഒരു യാഗമാണ്. ഇതൊരു യാഗവുമല്ല. ഒരിക്കലായി നടന്ന യാഗം നമ്മളെ വീണ്ടെടുത്തിരിക്കുക. അവൻ എന്നേക്കുമാവുള്ള ഒരു രക്ഷ, വീണ്ടെടുപ്പ് സ്ഥാപിച്ചിരിക്കുക. അവന്റെ വരവ് വരെ കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുവാൻ, അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുവാൻ ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ഇതൊരു പുതിയ നിയമത്തിന്റെയും പന്തിരുവരെ ഫോളോ ചെയ്തതിന്റെ ഒരു പിന്തുടർച്ചയോ അതിന്റെ ഒരു കണ്ടിന്യൂവേഷനോ ഒന്നുമല്ല. ഇത് ചെയ്തേ മതിയാകുമെന്ന് ഇതൊരു ലീഗൽ ബൈൻഡിങ്ങും ഇതിനില്ല. ഇതെല്ലാം നമ്മുടെ ആത്മാർത്ഥമായ സ്നേഹത്തിൽ നിന്നും വരുന്ന ആ ദൈവ സ്നേഹം പ്രകടമാക്കുവാൻ, ചേർന്ന് സന്തോഷിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന കൽപ്പിച്ച് തന്നിരിക്കുന്ന ആ ജാതികളുടെ അപ്പോസ്തലനായിട്ട് നിയമിതനായ പൗലോസ് അപ്പോസ്തലൻ കൂടെ ദൈവം ദൈവസഭയ്ക്ക് തന്നിരിക്കുന്നതും ദൈവസഭയുടെ ഉപദേശങ്ങളിൽ ആ 13 ലേഖനങ്ങളിൽ എഴുതി തന്നിരിക്കുന്നതുമായിട്ടുള്ള ഉപദേശമാണ് ഞാൻ ഈ പറയുന്നത്. ഒരു കാര്യം കൂടി ഇതിനോടുള്ള വിഷയത്തിൽ നമ്മൾ അല്പം കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണം. ഇത് കർത്താവ് പെസഹ നാളിൽ പന്തിരുവരോട് ചേർന്ന് അവിടെ ചെയ്ത അല്ലെങ്കിൽ ശുശ്രൂഷിച്ച ആ പെസഹ ശുശ്രൂഷയുടെ ഭാഗമായിട്ടല്ല നമ്മൾ ഈ തിരുമേശ ആചരിക്കുന്നത്. അവരന്ന് ആചരിച്ചത്, അവരെ മിസ്രൈമിൽ നിന്നും ദൈവം കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുമ്പോൾ മിസ്രൈമിൽ ഒരു കുഞ്ഞാടിനെ അറുക്കുകയും അതിന്റെ കട്ടളപ്പടിമേലും കുറുമ്പടിമേലും കുഞ്ഞാടിന്റെ രക്തം തളിച്ച് ആ സംഹാര ദൂതനിൽ നിന്ന് അവർക്ക് വിടുതൽ ലഭിക്കുകയും അങ്ങനെ അവര് കനാൻ ദേശത്തേക്ക് എത്തിച്ചേർന്നപ്പോൾ മുതൽ, അല്ലെങ്കിൽ അതിനുശേഷം എല്ലാ വർഷവും അവർക്ക് ദൈവം എന്താ പറയുന്നത് 7 കൽപ്പനകൾ 7 പെരുന്നാളുകൾ കൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അന്ന് മുതൽ എല്ലാ വർഷവും അവർ ചെയ്തു പോരുന്ന ഒരു പെസഹ പെരുന്നാളുണ്ട്. ആ പെസഹ പെരുന്നാൾ എന്ന് പറയുന്നത് ഒരു കുഞ്ഞാട് നിങ്ങൾക്ക് വേണ്ടി അറുക്കപ്പെടാൻ പോകുന്നു. ആ കുഞ്ഞാടിന്റെ രക്തത്താൽ നിങ്ങൾ സംഹാര ദൂതനിൽ നിന്നും വിടുവിക്കപ്പെടാൻ പോകുന്നു. അതിന്റെ ഓർമ്മയ്ക്കായിട്ട് അവർക്ക് കൊടുത്തിരുന്നതുകൊണ്ട് അത് നിഴലായിട്ട് കഴിഞ്ഞ ഒരു 1600 വർഷമായിട്ട് അവരത് ചെയ്തു പോരുന്ന, എല്ലാ വർഷവും അതിന്റെ ഓർമ്മയ്ക്കായി ചെയ്തു പോരുന്ന ഒരു ശുശ്രൂഷയാണ് ഈ പെസഹ പെരുന്നാളും പെസഹ അപ്പം എന്ന് പറയുന്നത്. ആ പെസഹ ആക്ച്വലി അക്ഷരാർത്ഥത്തിൽ നിറവേറുന്നത് കർത്താവായ യേശു ക്രിസ്തു അത് അവരോട് കൂടി ചെയ്യുമ്പോഴാണ്. കാര്യം അതുവരെ അവർ നിഴലായി ചെയ്തു പോരുന്നത് പൊരുളായിട്ട് നിവർത്തിയാകുക. അന്ന് കർത്താവ് അവരോടുകൂടി ആ പെസഹ കഴിക്കുമ്പോൾ ആ പെസഹയുടെ അർത്ഥം അതെന്തിനു വേണ്ടി ചെയ്തു പോരുന്നോ അത് അവിടെ നിവർത്തിയാകുക. അടുത്ത ദിവസം ആ കുഞ്ഞാട് അറുക്കപ്പെടാൻ പോവുക, ആ രക്തത്തിൽ കൂടെ അവർ വീണ്ടെടുക്കാൻ പോവുകയാണ്. ഇതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അവർക്ക് കൊടുത്തിരുന്നതാണ്. എന്നാൽ അവര് ആ ചെയ്തു പോരുന്നതിന്റെ ഓർമ്മയോ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു കണ്ടിന്യൂവേഷനോ അല്ല നമ്മൾ ഈ വിഷയത്തിൽ, ഈ തിരുമേശയോടുള്ള വിഷയത്തിൽ നമ്മൾ പാലിക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുത്തിരുന്ന ആ ഒരു ഉപദേശമല്ല
സ്വർഗത്തിൽ അന്ന് വരെ മറഞ്ഞിരുന്നതും അപ്പോസ്തലനായ പൗലോസിൽ കൂടി കർത്താവ് ലോകത്തിന് വെളിപ്പെടുത്തിയതുമായ ഗ്രേസ് ഗോസ്പൽ അല്ലെങ്കിൽ മിസ്റ്ററി റെവലേഷൻ. ആ മിസ്റ്ററി റെവലേഷനിൽ ഇതിലുള്ള പർപ്പസ് എന്തായിരുന്നു എന്ന് ആ കൊരിന്ത്യർ ലേഖനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പറഞ്ഞ് നിങ്ങളെ മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. കൊരിന്ത്യയിലെ ചർച്ചിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. കൊരിന്ത്യയിലെ സഭ എന്ന് പറയുന്നത് ഒരു 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 മിക്സാ. അവർ കൂടി വന്നിരുന്നത് ഭവനങ്ങളിലാണ്, വീടുകളിലാണ് ചർച്ച്. വീടുകളിലെ സഭ എന്ന് പറയുന്നത് പോലെ അന്ന് ഒന്നും പള്ളിയില്ല. ഇതുപോലെ പട്ടക്കാരനോ ഇടവകയോ അച്ഛനോ കപ്പിയാരോ ഇങ്ങനെയൊന്നുള്ളൊരു സിസ്റ്റം അന്നില്ല. AD 325 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനി ആയതിനു ശേഷമാണ് ഇതെല്ലാം ഇങ്ങനെ ലീഗലൈസ് ചെയ്ത് ഈ ഒരു രീതിയിലേക്ക് വഴിമാറി പോകുവാനായിട്ടിടയായത്. ആദ്യ നൂറ്റാണ്ടിലെ സഭകൾ എന്ന് പറയുന്നത് എല്ലാം ഹൗസ് ചർച്ചുകളാണ്. ഓരോരുത്തരുടെയും വീട്ടിലാണ് കൂടി വന്നിരുന്നത്. പ്രത്യേകിച്ച് ഈ കൊരിന്തിലെ സഭ എന്ന് പറയുന്നത് കോട്ടേജ് മീറ്റിങ്ങിന് നമ്മൾ കൂടുന്നത് മാതിരി പല വീടുകളിലാണ് കൂടി വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ഈ ചർച്ചിലുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് റോമൻ പാഗൻ വിശ്വാസത്തിലുള്ള ജാതികളും യഹൂദന്മാരും, ആ യഹൂദന്മാരിൽ തന്നെ യേശു ക്രിസ്തുവിനെ മശിയായിട്ട് അംഗീകരിച്ച കിങ്ഡം ഗോസ്പൽ വിശ്വസിച്ചിരിക്കുന്ന ചില സെയിൻസ്, അവരൊക്കെ ഈ വിശ്വാസത്തിലേക്ക് വന്നവരും, അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു മിക്സ് ആണിത്. അതായത് ജാതികളും യഹൂദനും കിങ്ഡം ഗോസ്പലിൽ വിശ്വസിക്കുന്നവരും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള ഒരു മിക്സ് ആണ് ഈ ഭവനങ്ങളിൽ കൂടി വരുന്ന ഈ സഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇവരെ ഒന്ന് ഐക്യതയോട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒത്തിരി പ്രതിസന്ധികൾ പൗലോസ് അപ്പോസ്തലൻ നേരിടേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഇവർക്ക് ഇവരുടെ ക്ലാസ്, ഇവരുടെ പല ഡിവിഷൻസ്, ഇവരുടെ ഇടയിൽ ഒരു ഹൈറാർക്കി, വലിയവനെന്നും ചെറിയവനെന്നും മീഡിയം ആൾക്കാരെന്നും പാവപ്പെട്ടവരെന്നും ഒക്കെ ഒരു ഡിവിഷൻ ഇവരുടെ ഇടയിലുണ്ട്. ആ ഒരു ആഹാരം കഴിക്കുന്ന രീതികളിലും അവരുടെ ഒരു ക്ലാസ് പല തട്ടുകളിലായിട്ടാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഉച്ചനീചത്വം അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഈ ഓരോ വീടുകളിലും ഇങ്ങനെ കൂടിവരവ് ഉണ്ടാകുമ്പോൾ അവരുടെ ഒരു ആത്മീക ഐക്യത, ആ ഒരു സ്പിരിച്വൽ യൂണിറ്റി വളരെ ഇമ്പോർട്ടന്റ്. അപ്പോൾ ഈ മീറ്റിങ്ങുകൾക്കായിട്ട് ഇവർ കൂടി വരുമ്പോൾ അവരുടെ ഇടയിൽ ലവ് ഫീസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇത് നമ്മൾ സ്നേഹവിരുന്ന് എന്ന് പറയുന്നത് നമ്മൾ ആഹാരം കൊടുക്കുന്ന മാതിരി തന്നെ ഒരു വീട്ടിൽ ഈ ആരാധനയും യോഗവും ഒക്കെ നടക്കുന്നുണ്ട്. ആ വീട്ടിൽ ചേർന്നിരുന്ന് ആഹാരം കഴിക്കുന്ന ഒരു പതിവ് അവരുടെ ഇടയിലുണ്ട്. അപ്പൊ ഈ വലിയ പണക്കാരും വലിയ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരുമ്പോഴത്തേനും അവരുടെ രീതിക്ക് കൊണ്ടിരുന്നു അവരുടെ ആൾക്കാരുമായിട്ട് കൂടിയിരുന്നുകൊണ്ട് അവർ കഴിക്കുന്നു. ഒരു മീഡിയം ആൾക്കാർ അവർ വേറൊരു രീതിയിൽ വരുന്നു, അവരുടെ ഉള്ളതിന്റെ പരിമിതിക്കനുസരിച്ച് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ഇതൊന്നുമില്ലാത്ത ഒരു ഗ്രൂപ്പ്, തീരെ പാവങ്ങളായിട്ടുള്ളവര്, ഇവരെല്ലാവരും കൂടെ ചേർന്ന് പോകാത്ത രീതിയിൽ വളരെ ഒരു ഒരു അനൈക്യം സഭയിൽ രൂപപ്പെടുന്നത് പോളിന് വളരെ പ്രകടമായിട്ട് കാണുവാനായിട്ടിടയായി. ഇവരെ എല്ലാം കൂടെ ചേർത്ത് ഒരപ്പന്റെ മക്കളും ഒരപ്പത്തിന്റെ അവകാശികളും എന്നുള്ള നിലയിൽ കൊണ്ടുപോവുക, ഒരു ആത്മീക ഐക്യം ഇവരുടെ ഇടയിൽ കൊണ്ടുവരിക എന്നുള്ളൊരു വലിയ ചലഞ്ചായിരുന്നു. ഇവിടെ അതുകൊണ്ട് തന്നെ പോൾ അവരെ ശകാരിക്കുക ചെയ്യുന്നത്. നമ്മൾ ഈ കൂടി വരുന്നത് ഒരു ആത്മീക ഐക്യതയ്ക്ക് വേണ്ടിയിട്ട്, പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടും ദൈവസ്നേഹം ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നിങ്ങളുടെ കൂടിവരവ് ഐക്യതയ്ക്കല്ല അനൈക്യതയാണ് ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ് അവരെ ശാസിക്കുന്ന ഒരു രംഗം നമുക്ക് കാണാം. അതിന്റെ 17 മുതൽ ഈ കൊരിന്ത്യർ ലേഖനത്തിന്റെ തന്നെ നമ്മൾ എടുത്ത റെഫറൻസ് കൊരിന്ത്യർക്ക് 1-ാമത്തെ ലേഖനം 11-ാം അധ്യായം, അതിന്റെ 17 മുതൽ 22 വരെ പോൾ അവരെ വഴക്ക് പറയുക ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ തിരുവത്താഴത്തിന്റെ ഉപദേശത്തിലേക്ക് വരുന്നത്. ഞാനപ്പോ ഒന്ന് പറഞ്ഞു കഴിയുമ്പോഴേ നിങ്ങൾക്ക് മൊത്തത്തിലെ കാര്യം മനസ്സിലാകും. കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം അവിടെ പറയുക, ഇനി ഞാൻ ആജ്ഞാപിക്കാൻ പോകുന്നതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. കാര്യം ഞാൻ ഇച്ചിരി മുമ്പേ പറഞ്ഞാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട്. നിങ്ങൾ കൂടി വരുന്നതിൽ നന്മയ്ക്കല്ല തിന്മയ്ക്ക് അത്ര ഇടയാകുന്നത്. നിങ്ങൾ കൂടി വരുന്നുണ്ട് ദൈവത്തെ ആരാധിക്കാനായിട്ട്, പക്ഷെ അതുകൊണ്ടൊരു ഗുണമല്ല, അതുകൊണ്ട് ദോഷമാണ് ഉണ്ടാകുന്നത്. ഒന്നാമത് നിങ്ങൾ സഭ കൂടുമ്പോൾ നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടെന്ന് ഞാൻ കേൾക്കുന്നു. കാര്യം നിങ്ങൾ പല ഡിവിഷൻസ് ആയിട്ടിരിക്കുക, നിങ്ങൾ ഭയങ്കര ഭിന്നതയുള്ളവരായിട്ടിരിക്കുക, ഏതാനും വിശ്വസിക്കുകയും ചെയ്യുന്നു, പല ഗ്രൂപ്പുകളായിട്ട് നിങ്ങളായിരിക്കുക. ആ ഭിന്നത നമുക്ക് ചേരുന്നതല്ല എന്ന് പോൾ അവരെ വഴക്ക് പറയാനായിട്ട് തുടങ്ങിയ. ഏതാനും ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു, നിങ്ങളിൽ കൊള്ളാകുന്നവൻ വെളിവാകേണ്ടത്, നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടത്. നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഭിന്നത ഉണ്ടാകുന്നത് കൊണ്ട് ആരാണ് നിങ്ങളുടെ ഇടയിൽ നല്ല ശരിക്കും കാര്യങ്ങൾ മനസ്സിലാക്കുകയും ദൈവസ്നേഹം ഉള്ളവരെന്ന് അതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് പറയുക. നിങ്ങൾ കൂടി വരുമ്പോൾ കർത്താവിന്റെ അത്താഴമല്ല കഴിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെ കൂടുന്നത് കൊണ്ട് നിങ്ങൾ ഒരു ഒരുമയിലോ അല്ലെങ്കിൽ ദൈവസ്നേഹത്തിലോ ഒരു കർത്താവിന്റെ ആ ഒരു ലവ് ഫീസ്റ്റ് അതല്ല നിങ്ങൾ കഴിക്കുന്നത്. മറിച്ച് ഭക്ഷണം കഴിക്കൽ ഓരോരുത്തരും താൻ്റെ അത്താഴം മുമ്പേ കഴിക്കുന്നു. ഓരോരുത്തരും അവരവരുടെ ഫുഡ് കൊണ്ടുവന്നിരിക്കുക, പാക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നു, അവരെല്ലാം കൂടെ ചേർന്നിരുന്ന് കഴിക്കുന്നു. അങ്ങനെ ഒരുവൻ വിശന്നും മറ്റൊരുവൻ ലഹരി പിടിച്ചു വരിക്കുന്നു. അവരുടെ ഫുഡിനിടയിലുള്ളതാണ് അവർ ഈ വൈനും സേവിക്കുക എന്നുള്ളത്.
അപ്പം ചിലർ കൂടുതൽ കുടിക്കുന്നു, കൂടുതൽ കഴിക്കുന്നു, ചിലർ വളരെ വിശാലമായിട്ട് കഴിക്കുന്നു. അങ്ങനെ ഒരുവൻ വിശന്നിരിക്കുന്നു, മറ്റൊരുത്തൻ ലഹരി പിടിച്ചിരിക്കുന്നു. ആ ഒരു രീതിയിൽ ഒരു ഓർഡർ ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുക. തിന്നുവാനും കുടിക്കാനും നിങ്ങൾക്ക് വീടുകളില്ലയോ? അല്ല, ദൈവത്തിന്റെ സഭയെ നിങ്ങൾ തുച്ഛീകരിച്ച് ഇല്ലാത്തവരെ ലജ്ജിപ്പിക്കുന്നുവോ? നിങ്ങളുടെ ഇടയിൽ പാവങ്ങളായിട്ടുള്ളവരും ഈ സഭയിൽ വന്നിട്ടുണ്ട്. അവരെ നിങ്ങൾ തുച്ഛീകരിക്കുക, അവരെ വെറും നിസ്സാരന്മാരായിട്ട് കണ്ട് അവരെ ലജ്ജിക്കുന്നതിന് നിങ്ങൾ ഇടയാക്കുക. അവർ ലജ്ജിതരായി പോവുക നിങ്ങളുടെ കൂടെ ഇരുന്നിട്ട്. നിങ്ങളോട് എന്ത് പറയേണ്ടു? നിങ്ങളെ പുകഴ്ത്തണോ? ഇതിൽ ഞാൻ നിങ്ങളെ പുകഴ്ത്തുന്നില്ല. ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്. ഇതിന്റെ തലേ അധ്യായം ഞാൻ അതിന്റെ തലേ അധ്യായത്തിലേക്ക് വരാം. അതിന് തുടർന്നുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് വരാം. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇവിടാണ് എന്താ പറയുന്നത്, ഈ ഒരു ലവ് ഫീസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം, ഇവരുടെ പാട്ടും പ്രാർത്ഥനയും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈ ആക്ച്വലി ലോർഡ് സപ്പർ അല്ലെങ്കിൽ കർത്തൃമേശ, തിരുമേശ എന്നൊരു ശുശ്രൂഷ അവരുടെ ഇടയിൽ നിവർത്തിക്കുന്നത്. അപ്പൊ അതിനു മുൻപേ ഇങ്ങനൊരു അനൈക്യം അവിടെ ക്രിയേറ്റ് ആയിരിക്കുക. അതുകൊണ്ട് പോൾ അവരെ ശകാരിക്കുക ചെയ്യുന്നത്. നിങ്ങൾക്ക് ആ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാകുന്നെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇച്ചിരി ഫാസ്റ്റായിട്ട് പറഞ്ഞു പോയത് ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ തിരിച്ച് ആ ഭാഗം ഒന്നുകൂടെ വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. ഇത്രയും പറഞ്ഞിട്ട് 23-ാമത്തെ വാക്യം പറയുകയാണ്. 23-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെ പറയുക: ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും, ഇത് ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചതാ, നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി. ഈ ഭാഗം നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഞാൻ മിക്കവാറും തിരുവത്താഴം സഭയിൽ ശുശ്രൂഷിക്കുമ്പോൾ ഇത് വ്യക്തമായിട്ട് പറയാറുണ്ട് ജനത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഈ തിരുമേശ എന്ന് പറയുമ്പോൾ ഈ ആദ്യത്തെ ഒരു വാക്ക്, അതായത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ എന്ന് പറഞ്ഞതിന് ശേഷം ബാക്കി ഇനി പറയാൻ പോകുന്ന 2 വാക്യങ്ങൾ അത് മുഴുവൻ ഒരു ബ്രാക്കറ്റിൽ ഇടേണ്ടത്, അല്ലെങ്കിൽ ഒരു കൊട്ടേഷൻ മാർക്കിനകത്തിൽ ഇടേണ്ടതാണ്. കാര്യം ഇനിയും പറയുന്ന കാര്യങ്ങൾ ഇപ്പം പോൾ ചെയ്തതോ ഇവിടെ നടക്കുന്നതോ അല്ല. പണ്ട് കർത്താവ് 12 ശിഷ്യന്മാരോടൊപ്പം ആ സഹിയോൻ മാളികയിൽ ഈ പെസഹ കഴിച്ചപ്പോൾ ചെയ്ത കാര്യത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. ആ പറയുന്ന കാര്യത്തെ ഇവിടെ ഒന്ന് എടുത്ത് കോട്ട് ചെയ്തേക്കുക. ആ നടന്ന ഒരു കാര്യം, അതിനൊരു ഫ്ലാഷ് ബാക്ക് മാതിരി ആ പറഞ്ഞൊരു കാര്യത്തെ ഇവിടെ കോട്ട് ചെയ്തേക്കുക. അതായത് ഈ അപ്പോസ്തല പ്രവൃത്തികൾ 19-ാം അധ്യായത്തിൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ. അവിടെ ഞങ്ങൾ യോഹന്നാന്റെ സ്നാനമായിരുന്നു എന്ന് പറയുമ്പോൾ, യോഹന്നാൻ എന്ത് സ്നാനമാണ് യോർദാനിൽ കഴിപ്പിച്ചത് എന്നുള്ള ഭാഗം ഒരു കൊട്ടേഷൻ മാതിരി പോൾ അവിടെ പറയുന്നുണ്ട്. അതിനെ കംപ്ലീറ്റ് തെറ്റിദ്ധരിച്ചിട്ടാണ് പോൾ സ്നാനം കഴിപ്പിച്ചു എന്ന് വിശ്വസിച്ചിരിക്കുന്നത്. നമ്മുടെ ആ അപ്പോസ്തല പ്രവൃത്തികൾ 19-ലെ സ്നാനം ജലസ്നാനമാണോ പരിശുദ്ധാത്മ സ്നാനമാണോ എന്നുള്ള വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എന്നതുപോലെ ആ ഒരു ഭാഗം ഇവിടെ കോട്ട് ചെയ്തിരിക്കുക. ഇതേ സെയിം മാനറിൽ ഇവിടെ ഈ 11-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ എന്ന് പറഞ്ഞിട്ട് അടുത്ത രണ്ട് വാക്യങ്ങൾ അവിടെ കോട്ട് ചെയ്തിരിക്കുക. കർത്താവ് യെരൂശലേമിൽ സഹിയോൻ മാളികയിൽ വെച്ച് ചെയ്ത കാര്യത്തെ ഇവിടെ കോട്ട് ചെയ്തിരിക്കുക. അതായത് ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്നാൽ, അവർ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി. അതായത് കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി. ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവനെന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? പൗലോസ് അപ്പോസ്തലൻ ഇവരോട് പറഞ്ഞു? അല്ല, കർത്താവ് 12 അപ്പോസ്തലന്മാരോട് പറഞ്ഞ കാര്യം ഇവിടെ നിന്ന് ഓർപ്പിക്കുക. കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി നുറുക്കി. അത് കർത്താവ് ചെയ്ത കാര്യമായി പറയുന്നത്. നുറുക്കി, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവനെന്ന് ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ടും തന്നെ അവൻ അത്താഴം കഴിഞ്ഞ ശേഷം പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു. ഇത് ആരോട് പറഞ്ഞ? അവരോട് പറഞ്ഞത്. കാര്യം അവർക്കൊരു പുതിയ നിയമം കൊടുക്കുക, രക്തത്തിൽ അധിഷ്ഠിതമായ ഒരു പുതിയ നിയമം കർത്താവ് കൊടുക്കുക. അത് ഈ രക്തം കൊണ്ട് അതിനെ എന്താ പറയുക, കോൺസിക്രിയേറ്റ് ചെയ്യുക, അത് പ്രാബല്യത്തിൽ വരിക. ഇത് എൻ്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു, ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഈ 2 വാക്യം അവിടെ ബ്രാക്കറ്റ് ക്ലോസ് ആകുക. ഇതൊരു കൊട്ടേഷനാണ്. പോൾ ഇവിടെ പറയുന്നത് അതൊരു കൊട്ടേഷനായിട്ട്. ഇനി 26-ാമത്തെ വാക്യം മുതലാണ് നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഉപദേശം ആപ്ലിക്കബിൾ ആകുന്നത്. ഞാൻ 26-ാമത്തെ വാക്യം ഒന്ന് പ്രൊജക്ട് ചെയ്യാം. അവിടെ പറയുകയാണ്, അങ്ങനെ ഈ 2 കാര്യങ്ങളും പറഞ്ഞ ആ ബ്രാക്കറ്റ് ക്ലോസ് ആയതിനു ശേഷം പോൾ പറയുക, അങ്ങനെ. എങ്ങനെ? അതായത് ഈ 2 വാക്യത്തിൽ പറഞ്ഞത് എങ്ങനെയാണോ അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ആ ശിഷ്യന്മാരോട് ചെയ്തതുപോലെ
അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും, അതായത് ആ സെഹിയോൻ മാളികയിൽ നടന്ന ആ ശുശ്രൂഷ പോലെ തന്നെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ഇവിടെ കർത്താവിന്റെ വരവ് വരെ അവന്റെ മരണത്തെ പ്രസ്താവിക്കാനാണ് എനിക്കിത് ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. അന്ന് കർത്താവ് അവരോടുകൂടെ ഇത് കുടിക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവനെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇനിയും മടങ്ങി വന്ന് നിങ്ങളോടൊപ്പം സ്വർഗരാജ്യത്തിലായിരിക്കുന്നത് വരെ ഈ മുന്തിരിവള്ളിയുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ അനുഭവിക്കത്തില്ല എന്ന് അവരോട് പറയുന്നത്. എന്നാൽ ഇവിടെ നമ്മളോട് പറയുന്നത് കർത്താവിന്റെ മടങ്ങി വരവ് വരെ അവന്റെ മരണത്തെ പ്രസ്താവിക്കുവാൻ, അതിനെ ഓർക്കുവാൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയായത്. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെ എങ്ങനെ കർത്താവ് പന്തിരുവർക്ക് എങ്ങനെ കൊടുത്തോ ആ ശുശ്രൂഷ അവിടെ എങ്ങനെ നടപ്പാക്കിയോ അതുപോലെ തന്നെ അതേ ഉദ്ദേശത്തോടും അതേ ആത്മീക ശുദ്ധിയോടും കൂടെ അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായി അപ്പം തിന്നുകയോ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയോ ചെയ്യുന്നവരൊക്കെയും കർത്താവിന്റെ രക്തവും ശരീരവും സംബന്ധിച്ച് കുറ്റക്കാരാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇത് ദൈവസഭയ്ക്ക് വേണ്ടി തന്നിരിക്കുന്നത് അവര് ചെയ്തിരുന്ന എന്തോ കാര്യങ്ങൾ നമ്മൾ പിൻപറ്റാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് അവരെന്തിനു വേണ്ടി ചെയ്തോ അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുവാനാണ് ദൈവസഭയ്ക്ക് ഇത് കൽപ്പിച്ച് തന്നിരിക്കുന്നത്. അതിൻ്റെയും ഇതിൻ്റെയും പർപ്പസ് വേറെയാണ്. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു, നമ്മളെ വീണ്ടെടുത്തു എന്നുള്ള ദൈവസ്നേഹത്തെ ഓർമ്മിപ്പിക്കുവാൻ, കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുവാൻ ദൈവസഭ കൂടി വരുമ്പോൾ ആ ദൈവസഭയുടെ ഐക്യം പ്രകടമാക്കുവാൻ ദൈവം നമുക്ക് കൽപ്പിച്ചു തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് തിരുമേശയുടെ ശുശ്രൂഷ. അതുകൊണ്ടാണ് നമ്മൾ കൂടി വരുമ്പോൾ, സഭയായിട്ട് കൂടി വരുമ്പോൾ നമ്മൾ കർത്താവിന്റെ മരണത്തെ ഓർക്കുവാൻ വേണ്ടി ഈ ശുശ്രൂഷ ചെയ്തു പോരുന്നത്. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ അധികം നീണ്ടുപോകാതിരിക്കുവാൻ ഞാൻ അധികം വിഷയങ്ങളിൽ കടത്തുന്നില്ല. 10-ാമത്തെ അധ്യായത്തിന്റെ ഒരു വാക്യം കൂടെ കാണിക്കാം. 10-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, 7-ാമത്തെ വാക്യം, 10-ാമത്തെ അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം, 16-ാമത്തെ വാക്യത്തിൽ പറയുന്നത് കേട്ടോ. അവിടെ പറയുന്നത്, നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? മനസ്സിലായോ? അവരുടെ ആ ശുശ്രൂഷ നടക്കുമ്പോൾ 10-ാമത്തെ അധ്യായത്തിൽ പറയുക, നമ്മൾ ചേർന്ന് അനുഗ്രഹിക്കുന്ന ഈ അനുഗ്രഹപാത്രം കർത്താവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? ഇത് നമ്മൾ കർത്താവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും കൂട്ടായ്മയാണ് ഒന്നിച്ച് ഈ അപ്പം നുറുക്കുകയും ഈ ഒരു കൂട്ടായ്മയിലായിരിക്കുകയും ചെയ്യുന്നതെന്ന് പറയുക. ഇത് അവരുടെ ഇടയിൽ ആ ശുശ്രൂഷ നടക്കുന്നത് കൊണ്ടാണ് പറയുന്നത്. അപ്പം ഒന്നാകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ഒരേ അപ്പത്തിന്റെ അംശികളാകുന്നുവല്ലോ. ആ കൂട്ടായ്മയും ആ ഐക്യതയും കാണിക്കുവാൻ വേണ്ടിയിട്ട് ദൈവം കൽപ്പിച്ചു തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ തിരുവത്താഴത്തിന്റെ അല്ലെങ്കിൽ തിരുമേശയുടെ ശുശ്രൂഷ എന്ന് പറയുന്നത്. ഈ ശുശ്രൂഷ പോളിന് കൊടുത്ത ഉപദേശമാണ്. അത് പോൾ ദൈവസഭയ്ക്ക് കൈമാറിയിരിക്കുന്നതാണ്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്തെന്നാൽ. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ നമ്മളിത് തീർച്ചയായിട്ടും ഇത് ദൈവസ്നേഹത്തോടുകൂടി ആചരിക്കേണ്ടതാണ്. 3-ാമത്തെ മിഷണറി യാത്ര കഴിയുന്നവരെ എല്ലാ സ്ഥലങ്ങളിലും പോൾ ഇത് ആചരിച്ചിട്ടുണ്ടെന്നുള്ളത് വളരെ വ്യക്തമാണ്. 3-ാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞ് പൗലോസ് അപ്പോസ്തലൻ മടങ്ങി വരുമ്പോൾ ഫിലിപ്പിയയിൽ നിന്ന് ത്രോവാസിൽ എത്തിച്ചേരുക. അന്ന് ത്രോവാസിൽ അവരെല്ലാം കൂടി വരികയും അവിടുന്ന് മിലത്തോസിലേക്ക് പോകണം. അതായത് ശുശ്രൂഷയുടെ അവസാന കാലങ്ങളിൽ ആ ത്രോവാസിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ അന്ന് രാത്രിയിലത്തെ അവിടുത്തെ കോട്ടേജ് മീറ്റിംഗ്, അന്ന് രാത്രിയിൽ അവർ അപ്പം നുറുക്കുവാനായിട്ട് കൂടി വന്നു എന്ന് എഴുതിയിരിക്കുന്നത്. They came together to break the bread. മനസ്സിലായോ? അവിടെ അപ്പോസ്തല പ്രവൃത്തികൾ 20-ാം അധ്യായം അതിന്റെ 6-7 വായിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം. ഞാനതൊന്ന് കാണിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 20-ാമത്തെ അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ. മറ്റൊരിടത്തും ഈ ശുശ്രൂഷ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ വാക്യം ഒന്ന് കാണിക്കാന്ന് പറഞ്ഞത്. ഞങ്ങൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഫിലിപ്പിയിൽ നിന്ന് കപ്പൽ കയറി 5 ദിവസം കൊണ്ട് ത്രോവാസിൽ അവരുടെ അടുക്കലെത്തി. 7 ദിവസം അവിടെ പാർത്തു. ത്രോവാസിലെത്തി. അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേന് ഇത് 3-ാമത്തെ മിഷണറി യാത്രയിൽ നിന്നുള്ള മടക്ക യാത്രയാണ്. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അവർ കൂടി വരിക സഭായോഗമായിട്ട്. ഞങ്ങൾ അപ്പം നുറുക്കുവാൻ കൂടി വന്നപ്പോൾ, ആൻഡ് upon the first day of the week when the disciples came together to break the bread. കണ്ടോ? അവരെ ഡിസൈപ്പിൾസ് കെയിം ടുഗദർ ടു ബ്രേക്ക് ദ ബ്രെഡ്. അവരുടെ ഇടയിൽ പൗലോസ് അപ്പോസ്തലൻ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന പൗലോസ് അപ്പോസ്തലനിൽ കൂടി ദൈവം കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന ഒരു ശുശ്രൂഷയായത്. അത് ദൈവസഭയ്ക്ക് ഇല്ലാത്തതാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരു അല്പം കൂടി സാവധാനവും കുറെ കൂടി ഒന്ന് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ദൈവസഭ അത് ഫോളോ ചെയ്യുന്നത് എന്നുള്ളത്.
ഇതിന്റെ എല്ലാം അടിസ്ഥാനപരമായ റീസൺ ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അവർ സിൻസ്. ആ കർത്താവിന്റെ മരണത്തെ ഓർക്കുവാനും ദൈവസഭയുടെ ആ ചേർന്ന് വരുമ്പോഴുള്ള കൂട്ടായ ഐക്യതയോട് കർത്താവിനെ അതിൽ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഇൻഡിവിജ്വൽസിനെ ഓർക്കുവാൻ വേണ്ടിയിട്ടല്ല. ആ ആർഗ്യുമെന്റിൽ പറഞ്ഞ 4 ചോദ്യങ്ങൾ കൂടെ പെട്ടെന്ന് ഒറ്റ വാക്കിൽ ഞാൻ ആൻസർ പറഞ്ഞപ്പോ, ദൈവസഭയ്ക്ക് ഒരു ഓർഡിനൻസും ഇല്ല, അതുകൊണ്ട് ജലസ്നാനം പോലെ കൊടുത്തിരിക്കുന്ന ഒരു ഓർഡിനൻസ് അല്ല ലോർഡ് സപ്പർ, ഒരു ഓർഡിനൻസ് ആയിട്ടുള്ള ലോർഡ് സപ്പറിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിനോടകം ഇത് മനസ്സിലായിട്ടുണ്ട്, ഇതൊരു ഓർഡിനൻസേ അല്ല. ഇത് കർത്താവിന്റെ മരണത്തെ പ്രസ്താവിക്കുവാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത്. ജലസ്നാനം നമുക്കില്ല, അതൊരു ഓർഡിനൻസ്, അതിന്റെ ആവശ്യമില്ല. ഒരു പ്രവൃത്തിയാലും അല്ല നാം രക്ഷിക്കപ്പെടുന്നത്. ലോർഡ് സപ്പർ അല്ലെങ്കിൽ കർത്തൃമേശ ചെയ്തുകൊണ്ട് താങ്കൾ രക്ഷിക്കപ്പെടുവോ, താങ്കൾ എന്തെങ്കിലും സൂപ്പർ നാച്ചുറൽ ആയിട്ട് മാറുമോ, ഒന്നും ചെയ്യുന്നില്ല. താങ്കളുടെ സ്നേഹം പ്രകടമാക്കുവാനായിട്ട് ദൈവം കൽപ്പിച്ചു തന്നിരിക്കുന്ന ഒരു ഉപദേശമെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു ഓർഡിനൻസ് അല്ല. 2, യേശുവിന്റെ മരണം എപ്പോഴും നമ്മുടെ ശരീരത്തിലും ഹൃദയത്തിലും നമ്മൾ വഹിക്കുന്നവരാണല്ലോ. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഇത് ചെയ്യുന്നതിന്റെ പ്രസക്തി എന്താണ്? നമ്മൾ എപ്പോഴും കർത്താവിന്റെ മരണവും അത് നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ശരീരത്തിലും വഹിക്കുന്നവരാണ്. സത്യമാണ്. നമ്മളിത് ഇൻഡിവിജ്വലായിട്ട് കാണിക്കുവാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ അനേക ഇൻഡിവിജ്വൽസ് കൂടി വരുന്നതാ ദൈവസഭ എന്ന് പറയുന്നത്. ശരീരത്തിന്റെ ഭാഗമായി അനേക അംഗങ്ങൾ ചേർന്ന് വരുന്നവർ ഒരു ശരീരത്തിന്റെ ഐക്യത പ്രകടമാക്കുവാനായിട്ട് ദൈവം സഭയ്ക്ക് കൽപ്പിച്ചാക്കിയിരിക്കുന്നതാണ്. അല്ലാതെ അവരാഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ഇത് ഓർക്കൂ എന്നല്ല, അവരെപ്പോഴും ഓർക്കും. എല്ലാ സമയവും നമ്മളെ വീണ്ടെടുത്തവനെ ഓർക്കും. എന്നാൽ ഇത് സഭയായിട്ട് ഒന്നിച്ചു കൂടി വരുമ്പോൾ ഒന്നിച്ച് ഒരു ഐക്യതയോടുകൂടി കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി അതിനാണ് സഭായോഗം ഉള്ളത്. അത് ആ സമയത്ത് ചെയ്യാൻ വേണ്ടി നമുക്ക് തന്നിരിക്കുന്നതാണ് ഈ ലോർഡ് സപ്പർ. അതുപോലെ തന്നെ കർത്താവ് ഇത് സ്ഥാപിച്ചത് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭ രൂപം കൊള്ളുന്നതിന് മുൻപ്. ഓഫ് കോഴ്സ്, അതുകൊണ്ട് തന്നെ കർത്താവ് സ്ഥാപിച്ചതോ കർത്താവ് 12 ഇടയിൽ ഇത് എന്റെ രക്തത്തിന് പുതിയ നിയമമാകുന്നു എന്ന് പറഞ്ഞ ആ ഒരു ഉപദേശവും അല്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്. അത് അവർക്ക് കൊടുത്തിരുന്നതാ. പഴയ നിയമവും പുതിയ നിയമവും ഒക്കെ അവർക്ക് കൊടുത്തതാ. താങ്കൾ ഒരു നിയമത്തിലും രക്ഷിക്കപ്പെട്ട ആളല്ല. താങ്കൾ ഇത് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതിലെ ആ കർത്താവിന്റെ കൃപയാൽ രക്ഷിക്കപ്പെട്ടവരാ. ആ കർത്താവിന്റെ മരണത്തെ ഓർക്കുവാൻ നമ്മൾ കൂടി വരുമ്പോൾ ചെയ്യാൻ തന്നിരിക്കുന്നതാണ്. സഹിയോൻ മാളികമുറിയിൽ 12 പേരോടുകൂടി കർത്താവ് പെസഹ ആചരിച്ചതിന്റെ പ്രതിഫലനവും അതിന്റെ ഓർമ്മയും അല്ല നമ്മൾ ഈ ചെയ്യുന്നത്. ഇത് ചെയ്യുന്നത് കർത്താവ് നമ്മളെ വീണ്ടെടുത്തതിന് കർത്താവിന്റെ മരണത്തെ ഓർക്കുവാൻ വേണ്ടി. അതുപോലെ ആ പാറ്റേൺ പോലെ അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 4, ഇതൊരു പ്രവൃത്തി അല്ലേ? പ്രവൃത്തിയാൽ അല്ലല്ലോ, കൃപയാലല്ലേ നാം രക്ഷിക്കപ്പെടുന്നത്. ഓഫ് കോഴ്സ്, ഇത് താങ്കളുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നതല്ല. ഇത് താങ്കളുടെ രക്ഷയോട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യത്തില്ല. ഇത് താങ്കളുടെ സ്നേഹം പ്രകടമാക്കുവാൻ. ദൈവസഭ ഒന്നിച്ചു കൂടി വരുമ്പോൾ അവരുടെ ആ ദൈവസ്നേഹവും ആത്മാർത്ഥമായ അകമഴിഞ്ഞ നന്ദിയും പ്രകടമാക്കുവാൻ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ വിശുദ്ധ ചുംബനമൊക്കെ അതിനോട് ചേർത്തേക്കുന്നത്. ഹല്ലേലൂയ. കാര്യം നമ്മുടെ നന്ദി ദൈവത്തിന്റെ മുന്നിൽ പ്രകടമാക്കുവാൻ, നമ്മുടെ സഭയുടെ ഐക്യത പ്രകടമാക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശുശ്രൂഷയുടെ ഭാഗവും നന്ദി കരയേറ്റുവാൻ ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ആ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ, നിത്യതയിൽ ചേർക്കപ്പെടുന്നതിന് മുൻപ് കർത്താവിന്റെ വരവ് വരെ ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ദൈവം നമുക്ക് ആചരിക്കുവാനായി തന്നിരിക്കുന്ന ഒരു ശുശ്രൂഷയുടെ ഭാഗമാണ്. ഇത്രയും വ്യക്തമായിട്ട് ഈ കാര്യങ്ങൾ ഇരിക്കുമ്പോൾ ഇത് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ ഞാനത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിട്ടുതരാം. ഒരല്പം കൂടെ സാവധാനവും സൗമ്യതയും ഡോക്ടറൽ വിഷയങ്ങളിൽ കാണിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുക. ദൈവം സഹായിക്കട്ടെ. കർത്തൃമേശയുടെ പർപ്പസ് എന്താണ്, എന്തുകൊണ്ടാണ് നമ്മളത് പാലിക്കുന്നത്, എന്താണ് അതിൻ്റെ ആവശ്യം, ദൈവസഭയ്ക്ക് അത് ആവശ്യമാണോ അല്ലയോ എന്നുള്ള വിഷയം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായിട്ട് സഹായിക്കട്ടെ. കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി നിൽക്കുവാൻ, നെഞ്ചും നെറ്റയും കാണിച്ച് കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷിയായിട്ട് നിൽക്കുവാൻ ഒരിക്കൽ കൂടി പ്രബോധിപ്പിക്കുന്നു. May the grace of God be with you.